വലിയച്ഛൻ വരുന്നുണ്ട്. ഭക്ഷണം കുറച്ച് റിച്ച് ആയിക്കോട്ടെ. ഓക്കെ. നല്ല രുചി, ലഘുവാണ്. കുറവുപ്പ്, കുറവെണ്ണ, കുറവ് പഞ്ചസാര. എന്നാൽ കൂടുതൽ ആരോഗ്യം, കൂടുതൽ സന്തോഷവും. അതെ, ശ്രദ്ധയോടെയുള്ള പാചകം ചെയ്യൽ സ്നേഹത്തോടെയുള്ള പാചകം ചെയ്യലാണ്. ചേലക്കര മണ്ഡലത്തിൽ വർഷങ്ങളായുള്ള CPM-ന്റെ കുത്തക അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച UDF സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്നിന്റെ ആവേശകരമായ ബൈക്ക് റാലി. തിരുവല്ലോമലയിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലിയിൽ 500-ലധികം യുവജന പ്രവർത്തകർ അണിനിരന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കാനിരിക്കെ ചേലക്കര മണ്ഡലത്തെ ആവേശക്കടലാക്കി UDF സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്നിന്റെ കൂറ്റൻ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. മണ്ഡലത്തിൽ വർഷങ്ങളായി തുടരുന്ന CPM-ന്റെ ആധിപത്യം ഇക്കുറി അവസാനിപ്പിക്കുമെന്നും ചേലക്കര പിടിച്ചെടുക്കുമെന്നും പ്രഖ്യാപിച്ചായിരുന്നു UDYF-ന്റെ നേതൃത്വത്തിലുള്ള ഈ ശക്തി പ്രകടനം. തിരുവല്ലോമല ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്നും ആവേശകരമായി ആരംഭിച്ച റാലി ചെറുതുരുത്തി പാലത്തിന് സമീപമാണ് സമാപിച്ചത്. UDYF-ന്റെ ആഭിമുഖ്യത്തിൽ നടന്ന റാലിയിൽ പഴയന്നൂർ, കൊണ്ടാഴി, ചേലക്കര, പാഞ്ഞാൾ, മുള്ളൂർക്കര, വള്ളത്തോൾ നഗർ എന്നീ പഞ്ചായത്തുകളിൽ നിന്നുള്ള 500-ലധികം പ്രവർത്തകർ അണിചേർന്നു. UDF-ന്റെ ത്രിവർണ പതാകകളും മുസ്ലിം ലീഗിന്റെ ഹരിത പതാകകളും വാനിലുയർത്തി പ്രവർത്തകർ ആവേശപൂർവ്വം നീങ്ങിയതോടെ തിരുവല്ലോമലയുടെ തെരുവുകൾ തിരഞ്ഞെടുപ്പ് ലഹരിയിലായി. പരസ്യ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ മണ്ഡലത്തിലുടനീളം വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാൻ കഴിഞ്ഞതിന്റെ വലിയ ശുഭപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്ന്. മണ്ഡലത്തിലെ ഓരോ മുക്കിലും മൂലയിലും എത്തിയപ്പോൾ ലഭിച്ച ജനപിന്തുണ വലിയ അട്ടിമറി വിജയത്തിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അമീർ, കോൺഗ്രസ് തൃശൂർ ജില്ലാ സെക്രട്ടറി അനീഷ്, UDF ചേലക്കര മണ്ഡലം ചെയർമാൻ കുഞ്ഞിക്കോയ തങ്ങൾ, മുൻ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ, M ഉദയൻ, KG സന്തോഷ്, മൊയ്തീൻകുട്ടി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ റാലിക്ക് മുന്നിൽ നിന്ന് നേതൃത്വം നൽകി. കൊട്ടിക്കലാശത്തിന് തൊട്ടുമുമ്പ് നടന്ന ഈ കൂറ്റൻ ബൈക്ക് റാലി UDF ക്യാമ്പുകൾക്ക് വലിയ ഊർജ്ജമാണ് പകർന്നിരിക്കുന്നത്. പര്യടന പരിപാടിയിലാണ് UDF-ന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ബൈക്ക് റാലിയാണ് ഇവിടെ പ്രധാന നിമിഷങ്ങളൊക്കെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെ വലിയ പിന്തുണ ഞങ്ങൾക്ക് ഇത്തരത്തിൽ ഉണ്ടാവണം. പരമാവധി ആളുകളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മണിക്കൂറുകൾ മാത്രമുള്ള സമയത്ത് കണക്കാക്കി CCV ന്യൂസ് ചേലക്കര.